ഹേ ഗായ്സ് ഇന്നത്തെ എൻ്റെ ഹോം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇന്ന് ഭയങ്കര ഒരു ലേസി ഡേ ആണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഞാൻ തന്നെയുള്ളൂ. പിന്നെ എന്ത് പ്രത്യേകിച്ച് ചെയ്യണം, പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാൻ ഒരു മൂഡില്ല. സോ എനിവേ ഞാൻ കടയിലൊക്കെ പോയിട്ട് തിരിച്ച് ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ഓർത്തു എന്തെങ്കിലും ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാതെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് ഉണ്ട് കേട്ടോ. പീക്കാനട്ടിൻ്റെ ഒരു സ്നാക്കുണ്ട്. ആക്ച്വലി അതൊക്കെ പോയി വാങ്ങിച്ച് വൈകിട്ടത്തെ ഡിന്നറ് കുറച്ച് ഹെവി ആക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. ഏകദേശം ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പായി. രാവിലെ ഒരു ടോസ്റ്റിൽ കഴിച്ച് ഞാൻ രാവിലെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് കോഫിയുടെ കൂടെ എനിക്കൊരു സ്നാക്ക് കൂടെ കഴിക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ടത്തെ ഡിന്നറിനുള്ള സാധനമൊക്കെ വാങ്ങിച്ച് ഞാനിപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവററ്റ് ഒരു സാധനമാണ് കേട്ടോ ഇത് പീക്കാനട്ടിൻ്റെ ഈ ഒരു പീക്കാനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഫില്ലിങ് വന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് വൈകുന്നേരം കാപ്പിയിലൂടെ എന്നാൽ കഴിക്കാം എന്ന് ഓർത്തിട്ടിരിക്കുന്നത്. സോ ഇത് ഒക്കെ കഴിച്ചുകൊണ്ട് ഒരു കപ്പ് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഒരു മൂവി കാണാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. ആക്ച്വലി തന്നെയുള്ള ദിവസങ്ങളിൽ മിക്കപ്പോഴും പല നേരത്തെയും ഫുഡ് കട്ട് ചെയ്യും ഞാൻ. പിന്നെ വൈകിട്ടത്തെ ഡിന്നറാണ് കൂടുതലും ഹെവി ആക്കുന്നത്. ഞാൻ തന്നെയുള്ളപ്പോൾ ഉള്ള കാര്യമാണ്. അപ്പം ഡിന്നറിന് അച്ഛയുണ്ട് കൂടെ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. ഓഫുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ അച്ഛൻ ഉള്ള സമയത്ത്. എനിവേയ്സ് ഇന്ന് ഞാൻ പോയ വഴിക്ക് ഒരു കാര്യം കണ്ടിരുന്നു കേട്ടോ. ആക്ച്വലി ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നി. ഒരു പോസിറ്റീവ് ഫീൽ തോന്നി ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പം. ആക്ച്വലി ഇവിടെ സാധാരണ ആയിട്ടും കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ സ്ട്രീറ്റിൽ നിന്ന് ആൾക്കാർ പാടുന്നത്. അത് പ്രായമുള്ള ആൾക്കാരും പാടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കൊച്ചു മോന് നിന്ന് പാടുന്നത് കണ്ടായിരുന്നു. അവൻ അവൻ്റേതായ രീതിയിൽ അവൻ ഏൺ ചെയ്യുന്ന ഒരു കാഴ്ചയാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് എന്നാന്ന് ചോദിച്ചാൽ വളരെ ചെറിയ പ്രായമാണ്. സ്കൂളിൽ പഠിക്കുന്ന പ്രായമേ കാണത്തുള്ളൂ മാക്സിമം പോയാൽ. പക്ഷേ സ്വന്തമായിട്ട് ആൾക്കാർ കോയിൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോയിൻസും ക്യാഷും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കിട്ടുന്നത് അവനവൻ്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇപ്പോഴേ അത് ഏൺ ചെയ്യുന്നു, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മറ്റുള്ള ഒരു കാര്യത്തിനും പോവാതെ അവനുള്ള ആ ടാലൻറ്റ് ആൾക്കാരിലേക്ക് കാണിച്ച് അത് സ്ട്രെയിറ്റിൽ നിന്ന് ഒരു ചെറിയൊരു മൈക്കും സെറ്റും ഒക്കെ ആയിട്ട് നിന്ന് ആൾ പാടുന്നതാണ് കേട്ടോ കണ്ടത്. സോ ഞാൻ ഈ ഒരു കുട്ടി സ്റ്റോറി പറയാൻ കാരണം നമ്മളിൽ പലപ്പോഴും നമ്മളെ പല പല കാര്യങ്ങളിലും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിനും നടക്കാറുണ്ട്. ചിലത് നമ്മൾ ശ്രദ്ധിക്കും, ചിലത് ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഒന്ന് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചു, ഞാനും ശ്രദ്ധിച്ചു. കുറേ നേരം ഞാൻ നിന്നത് കണ്ടു. എനിക്കൊത്തിരി സന്തോഷം തോന്നി. എനിവേയ്സ് ഒരു കോഫിയൊക്കെ ഇട്ടു പീക്കാനായിട്ടൊന്ന് ചൂടാക്കിയായിരുന്നു. കാരണം ഇത് ഓൾറെഡി ഒരു തണുത്ത ഇതിലാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ യമ്മിയാണ്. ആ അകത്തെ ആ ഫില്ലിങ് നല്ല ജ്യൂസി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഞാൻ മൂവി കാണാൻ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ജീസസിൻ്റെ ഒരു മലയാളം ഇതിലുള്ളൊരു പടമാണ്. അടിപൊളി. കുറേ നാളായിട്ട് കേട്ടോ കാണണം കാണണം എന്നാഗ്രഹം. അപ്പോൾ അത് കോഫിയൊക്കെ കുടിച്ചുകൊണ്ടെന്നാൽ കാണാം. ഇത് ജീസസിൻ്റെ ആ ഒരു സ്റ്റഡി, അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് ആദമിനെ സൃഷ്ടിച്ചു, ഹവ്വായെ സൃഷ്ടിച്ചു. ആ ഒരു സ്റ്റോറി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ മൂവിയൊക്കെ ഒന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്ത് കാണാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. ആൻഡ് വൈകിട്ടത്തെ ഡിന്നർ മാത്രം സ്പെഷ്യൽ ആക്കുന്നത് കൊണ്ട് എനിക്ക് വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആകുമ്പം കിച്ചണിൽ കയറാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരു 6:30 ഒക്കെ ആകുമ്പോഴേ അച്ഛൻ വരത്തുള്ളൂ. പിന്നെ തന്നെ ആയതുകൊണ്ട് എന്തോ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നാറില്ല. എനിക്കങ്ങനെ വിശപ്പിൻ്റെ ഒരു വലിയ ഇതില്ല. എന്തെങ്കിലുമൊക്കെ എനിക്ക് മതി. ആൻഡ് ഇപ്പം അബ്രഹാമിൻ്റെ മകനെ ആം, എന്താ മലയുടെ മുകളിൽ കൊണ്ടുപോകുന്നതും ആ ഒരു സ്റ്റോറിലോട്ടൊക്കെ വന്നു. എനിവേ ഒന്ന് കണ്ട് ഫുൾ ഞാൻ തീർത്തു. ഏകദേശം 6 o'clock ആയായിരുന്നു കേട്ടോ. എനിവേ ഞാൻ ചിക്കൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശരിക്കും ഞാനിത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ചിക്കൻ എന്താണ്ട് ഞാൻ ഇതുപോലെ വരഞ്ഞത് ഉണ്ടാക്കുന്നതിന് അടിപൊളിയായിട്ട് മസാല അകത്ത് പിടിക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മസാല ചിക്കൻ ഫ്രൈ ആണ്. സോ ഞാൻ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും വിനീഗർ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ വാഷ് ചെയ്ത് തരുന്നത്. അടിപൊളിയായിട്ട് ക്ലീൻ ആവും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വിനീഗർ വെച്ച് വാഷ് ചെയ്യാം. വിനീഗറും ലെമണും നല്ലതാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ വിനീഗറാണ് ഇഷ്ടം. അപ്പോൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ മസാല ചിക്കൻ ഫ്രൈ ശരിക്കും
ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് ഞാനിത് ഫുൾ കാണിക്കാമെന്ന് വിചാരിച്ചത് എനിക്കത് നിങ്ങളിലും അത് സജസ്റ്റ് ചെയ്യാൻ തോന്നിയ ഒരു റെസിപ്പിയാണ്. കാരണം അത്ര ടേസ്റ്റിയാണ്. എല്ലാത്തിൻ്റെ കൂടെയും പോവും. പൊറോട്ടയുടെ കൂടെ പോവും, ചപ്പാത്തിയുടെ കൂടെ പോവും, ബ്രെഡിൻ്റെ കൂടെ പോവും, എല്ലാത്തിൻ്റെ കൂടെയും പോവും കേട്ടോ. നല്ല യമ്മിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ചിക്കൻ ഭയങ്കര ഫ്രൈ ചെയ്ത് കറുത്ത് കരിപ്പിച്ച ഒരു പരുവത്തിലാക്കുന്നത്. എനിക്കെപ്പോഴും ഞാൻ അതുകൊണ്ട് ഇച്ചിരി മസാല ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം എന്താ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിരിക്കും ചിക്കൻ. സോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി ഞാൻ ഈ വിനീഗർ നീ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ പരിപാടിയാണ്. അതിൻ്റെ 3-4 തവണ ജസ്റ്റ് നമ്മൾ വാഷ് ചെയ്തിട്ടാണ് ഈ വിനീഗറിൽ ഒഴിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ ഇത് കുറച്ച് നേരം ഒന്ന് ക്ലീൻ ആക്കി വെക്കും. ആൻഡ് എനിവേയ്സ് ഞാൻ ഈ മസാല ചിക്കൻ ഫ്രൈ ഞാൻ ഇവിടെ വന്നേ പിന്നെ ഇത് ട്രൈ ചെയ്തത് കേട്ടോ. ഇത് എല്ലാ എന്നാ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരുപാടിട്ട് വറക്കുന്നില്ല. പക്ഷേ ഇത് വേവിച്ചിട്ടാണ്. ഞാൻ ഈ ഒരു പാത്രത്തിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ ചിക്കനും അല്ലെങ്കിൽ നോൺ വെജ് എല്ലാം മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പാത്രത്തിലാണ്. ഞാനിപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടല്ലോ, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ശരിക്കും എൻ്റെ കസിൻ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നൊരു കിച്ചൺ ഒരു ഒരു ടിപ്സാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിച്ചിരി ഉപ്പും ഒരിച്ചിരി സൺഫ്ലവർ ഓയിലൂടെ വെച്ച് അരച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അതാ ഞാൻ നിങ്ങളെ അത് പ്രത്യേകം കാണിക്കാൻ കാരണം. അറിയാവുന്നവർ കാണും, ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രം. സോ നമുക്ക് മസാലയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഞാൻ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്തത് കുറച്ച് പെരുംജീരകം യൂസ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഇത് മസാല ആവശ്യത്തിന് വേണം, പക്ഷേ ഒരുപാടല്ല, ആവശ്യത്തിന്. ഇത് നമ്മൾ വറക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആൻഡ് മുളക് പൊടി ആവശ്യത്തിന്. ഇതിപ്പോൾ ഏകദേശം 1 kgയുടെ ചിക്കനായിരുന്നു. അതിനനുസരിച്ചാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുകൊണ്ട് എനിക്ക് അളവൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ അത്യാവശ്യം എല്ലാ മസാലകളും യൂസ് ചെയ്തു. പക്ഷേ അളവ് നമ്മുടെ ആ ഒരു ചിക്കന് നമ്മളുടെ ഒരു സ്പൈസി അല്ലെങ്കിൽ ഏത് ഒരു ലെവലാണ് അതിനനുസരിച്ച് നമ്മളങ്ങ് ചേർത്താൽ മതി. ആൻഡ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാ ഇതും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് 2 കാര്യം ഞാൻ എക്സ്ട്രാ ഇതിനൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം. സോ ഇത് ശരിക്കും ഈ ഒരു റെസിപ്പി ഇത് പറഞ്ഞു തന്നത് എൻ്റെ മമ്മിയാണ്. മമ്മിയാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു തന്നത്. വേവിച്ചിട്ട് ചിക്കൻ വറക്കുമ്പോൾ നന്നായിട്ട് ചിക്കനകത്ത് ഇത് മസാലകൾ പിടിക്കും. അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനിത് രണ്ടിൻ്റെ ഡിഫറൻസ് അറിയാനായിട്ട് ഒരു ദിവസം ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ വെറുതെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ വറക്കുന്നതും എന്നാൽ വേവിച്ചിട്ട് വറക്കുന്നതും പേഴ്സണലി എനിക്കതൊത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ചിക്കനകത്ത് അത് പിടിക്കുകയും ചെയ്യും. എന്നാൽ നല്ല ജ്യൂസിയാണ്. പിന്നെ ഒരുപാട് നേരം നമുക്ക് വറക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ മസാലയൊക്കെ അത്യാവശ്യം ചേർത്തു. ലാസ്റ്റ് ഞാൻ കുറച്ച് ആച്ചിയുടെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരിയല്ല, ഒരു ഇച്ചിരി ആ ഒരളവിൽ. അത് ഞാൻ ആ ഒരു ചിക്കൻ്റെ അളവനുസരിച്ച് ഞാനങ്ങ് പൊടി ചേർക്കുന്നതാണേ, നമ്മുടെ ഒരു അളവനുസരിച്ച്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഞാൻ കുറച്ച് കറി ലീവ്സ്, നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത്. ആക്ച്വലി സോൾട്ട് ബേ ഷെഫിൻ്റെ ഒരു സ്റ്റൈൽ ഞാനങ്ങ് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആൻഡ് ഇത് നന്നായിട്ട് നമ്മളൊന്ന് സ്റ്റിർ ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ മസാലയ്ക്കകത്തോട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് നല്ല കുഴമ്പ് പോലെ ആക്കിയെടുക്കണം. ഒരുപാട് വെള്ളം നീണ്ടു പോകാൻ പാടില്ല. അത്യാവശ്യം വെള്ളം വേണം താനും. എന്നാൽ നല്ല കുഴമ്പ് പോലെ ഇരിക്കുകയും വേണം. നല്ല കുഴഞ്ഞിരിക്കണം. ഓക്കെ. ആൻഡ് ഇപ്പോഴും എൻ്റെ ചിക്കൻ വിനീഗറിൽ കിടക്കുകയാണ് കേട്ടോ. വിനീഗറും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ചിക്കൻ ഇട്ടേക്കുക. നല്ലതായിട്ട് ക്ലീൻ ആവും കേട്ടോ. ആ ചിക്കൻ എന്തെങ്കിലും ഒരു ഉളുമ്പ് ചൊവയോ അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പോ ഉണ്ടെങ്കിൽ ഈ വിനീഗർ വെച്ച് ക്ലീൻ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആകും. അപ്പോൾ എൻ്റെ മസാല കൃത്യം കറക്റ്റായിട്ടുണ്ട്. ഇനി എനിക്ക് അതിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഈ മസാലയ്ക്കകത്തോട്ട് ഞാൻ ഒരു ടൊമാറ്റോ, ഒരു തക്കാളിയുള്ളൂ കേട്ടോ, അത് ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. പീസാക്കി കട്ട് ചെയ്തിടുന്നുണ്ട്. ആക്ച്വലി ഇത് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയാണ്. ഇത് 3 ഐറ്റമാണ് ഞാൻ ലാസ്റ്റ് ചേർക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് തക്കാളി, അടുത്തത് ഞാൻ പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ചേർത്തിട്ട് നമ്മൾ ഈ ചിക്കൻ കുറച്ച് നേരം
ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ചേർത്തതിന് ശേഷം ഈ മസാലയുടെ കൂടെ നമ്മളിത് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനിൽ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറേ നേരം നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് വരഞ്ഞ് വെച്ചതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാനുള്ള 2 ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് 1 സ്പൂണ് തൈര്. ഈ തൈര് നമ്മൾ ചിലപ്പോൾ ഓർക്കും തക്കാളി ഉള്ളതുകൊണ്ട് പുളിപ്പ്. പക്ഷേ വേറൊന്നും കൊണ്ടല്ല. ഈ കുറച്ച് നല്ല ജ്യൂസി ആവാനായിട്ട് ഈ തൈര് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ഒനിയൻ, ഒരു മീഡിയം സൈസ് ഒനിയനാണ് യൂസ് ചെയ്തത്. ആൻഡ് ലാസ്റ്റ് വൺ ഈ കേർഡ് കൂടെ യൂസ് ചെയ്തു. ഇവിടുത്തെ പിന്നെ നല്ല എന്താ ലോ ഫാറ്റും ഉണ്ട്, ഫാറ്റ് കേർഡും ഉണ്ട്, യോഗേർട്ടുണ്ട്. ഞാൻ ആക്ച്വലി ലോ ഫാറ്റാണ് യൂസ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചു. ഇനി ചെയ്യാനുള്ളത്, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമ്മുടെ കുക്കറിനകത്ത് ഇതിട്ടിട്ട് ഒരു 2 വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തു. കാരണം ഇത് ഉള്ളിലോട്ട് നന്നായിട്ട് ഈ മസാല ഇറങ്ങി ഉള്ളും നന്നായിട്ട് വേവണമെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ വേണം എന്നാണ് ഞാൻ പേഴ്സണലി 2 വിസിൽ എന്തായാലും ചെയ്യാറുണ്ട്. 2 വിസിൽ ഇത് അടുപ്പിച്ചെടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരിക്ക് ബട്ടറോ ഒരിച്ചിരിക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് ഒരിച്ചിരി കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ 2 വിസിൽ അടിച്ചതിന് ശേഷം തീ വളരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇത് ഒത്തിരി എണ്ണ മുക്കി പൊരിച്ചല്ല കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, വളരെ ചെറിയ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് ഓൾറെഡി വേവിച്ചാണ്. ഞാനിതാണ് പറഞ്ഞത്, നമുക്ക് ഈ വേവിച്ച് കഴിഞ്ഞ ചിക്കൻ്റെ അകത്ത് ഈ കുക്കറിനകത്ത് ഇതിൻ്റെ സ്റ്റോക്ക് ഇതാ ഇതുപോലെ ചാറായിട്ട് കിടക്കും. ഇത് വറക്കുന്നതിനനുസരിച്ച് ഒഴിച്ചൊഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് നെക്സ്റ്റ് അടുത്ത സൈഡും മറച്ചിട്ടതിന് ശേഷം ഈ ജ്യൂസ് എഗെയിൻ നമ്മൾ ഒഴിച്ചൊഴിച്ചൊഴിച്ച് കൊടുക്കും. ശരിക്കും യമ്മി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാനിതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് എൻ്റെ മമ്മിയോടാണ്. കാരണം മമ്മിയാണ് എന്നോട് ഇത് പറഞ്ഞു തന്നത്, വേവിച്ചിട്ട് വറുത്താൽ അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഇത് വേവിച്ചിട്ട് വറക്കുമ്പോൾ എനിക്കിതിന് സ്റ്റോക്കാണ്. ഇനി ഞാൻ നെക്സ്റ്റ് അടുത്ത സൈഡ് തിരിച്ചപ്പോഴത്തേക്കിന് അടുത്ത സൈഡിലോട്ട് എനിക്ക് ആ ജ്യൂസ് എല്ലാം ഒഴിച്ച് ഇതുപോലെ കൊടുക്കാൻ പറ്റി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് പോലും ഒരു ചാറ് കറിയുടെയോ അല്ലെങ്കിൽ ഒരു സൈഡ് ഒരു കറിയുടെ ആവശ്യമില്ല. കാരണം ഈ ഒരു ഗ്രേവി ചിക്കന് വിത്ത് ഗ്രേവിയോട് കൂടി തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഫൈനലി ഇതാണ് റിസൾട്ട്. ഇത് നല്ല യമ്മിയാണ് കേട്ടോ. ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം. ആക്ച്വലി അച്ഛ ഏറ്റവും ഇതിൻ്റെ ഒരു വലിയ ബിഗ് ഫാനാണ് കേട്ടോ. അച്ഛ ഇവിടെ ഉള്ളപ്പം ഇത് മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ആക്ച്വലി ഇത് കണ്ടിട്ട് എന്നെ ഞാൻ പറഞ്ഞു പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നെ ചുമ്മാ കളിയാക്കുക. എനിവേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആണ്. ബൈ.